Next problem. A limited wants to buy a new machine to replace one which is having frequent breakdown. It is received offers for two models X and Y. Further details regarding these models are given below. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി രണ്ടിനും 10,000 ആണ്. ഫിക്സഡ് ഓവർ ഹെഡ് വരുന്നത് ആദ്യത്തേന് 2,40,000, രണ്ടാമത്തേന് 1,00,000. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ദ എബോവ് കപ്പാസിറ്റി 1,60,000 എക്സിൻ്റെ കേസിൽ, വൈൻ്റെ കേസിൽ 1,00,000. പ്രോഡക്റ്റ് മാനുഫാക്ചർഡ് ഈസ് സോൾഡ് അറ്റ് ₹100 പെർ യൂണിറ്റ്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ബ്രേക്ക് ഈവൻ സെയിൽ ഫോർ ഈച്ച് മോഡൽ. എക്സിൻ്റെയും വൈൻ്റെയും ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ബോത്ത് ദ മോഡൽസ് വിൽ ഏൺ ദ സെയിം പ്രോഫിറ്റ്. രണ്ട് മോഡലുകളും പിന്നെ സെയിം ലെവൽ ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് സെയിൽസ് വേണ്ടത്, എത്ര സെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പിന്നെ സെയിം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ അതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കണം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കണം. പി വി റേഷ്യോ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് അറിയണം. ഓക്കെ, അതായത് കോൺട്രിബ്യൂഷൻ നമുക്കറിയണം. കോൺട്രിബ്യൂഷനും വേരിയബിൾ കോസ്റ്റ് പിന്നെ ഇതെല്ലാം അറിയണം. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പിന്നെ കോൺട്രിബ്യൂഷൻ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മൾ രണ്ട് മോഡലും, അതായത് എക്സിൻ്റെ കേസിലും വൈൻ്റെ കേസിലും എത്രയാണ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് അറിയേണ്ടത്? സെയിൽസ് എത്രയാണ്? സെയിൽസ് എന്ന് പറയുന്നത് രണ്ടിലും 10 lakh വരുന്നത്. ഓക്കെ, കാരണം രണ്ടും 10,000 യൂണിറ്റ്സ് ആണ്, 100 rupees വെച്ചിട്ടാണ്. അതുകൊണ്ട് സെയിൽസ് എന്ന് പറയുന്നത് 10 lakh. ഓക്കെ, ഇനി പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഹിൻറ്റ് എന്തൊക്കെയാണ്? ഫിക്സഡ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 2,40,000 ആണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000. ഇനി രണ്ടാമത്തെ വൈ എന്നുള്ള മെഷീനറിയുടെ ഫിക്സഡ് ഓവർ ഹെഡ് 1,00,000, ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,00,000. സോ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ കൂട്ടിയാലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. സോ ഫസ്റ്റത്തെ കേസിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4,00,000, രണ്ടാമത്തെ കേസിൽ 2,00,000. ഓക്കെ, ദെൻ ഇനി നമുക്ക് സെയിൽസ് കണ്ടുപിടിക്കണം. പി വി റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കോൺട്രിബ്യൂഷനും സെയിൽസുമാണ്. സോ സെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10,00,000. സോ 10,00,000 4,00,000 വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? സെയിൽസിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോൾ, കോൺട്രിബ്യൂഷൻ കുറയ്ക്കുമ്പോൾ 6,00,000 ഈ കേസിൽ വേരിയബിൾ കോസ്റ്റ്. ഇവിടെ 10ൽ നിന്നും 2 കുറച്ചാൽ 8,00,000 രൂപയാണ് ഇവിടെ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പി വി റേഷ്യോ കണ്ടുപിടിക്കുക. പി വി റേഷ്യോ 4,00,000 ഡിവൈഡഡ് ബൈ 10,00,000 ഇൻറ്റു 100, 40%. ഇവിടെ 2,00,000 ഡിവൈഡഡ് ബൈ 10,00,000 ഇൻറ്റു 100, 20%. സോ പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് 2,40,000. സോ 2,40,000 ഡിവൈഡഡ് ബൈ 40% ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6,00,000. അതാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് സെയിൽസ്. ഇവിടെ പിന്നെ 1,00,000 ഡിവൈഡഡ് ബൈ 20% ചെയ്യുമ്പോൾ 5,00,000 കിട്ടുന്നു. 5,00,000 ഇവിടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് സെയിൽസ് 6,00,000, ഇവിടെ 5,00,000. സോ നമ്പർ ഓഫ് യൂണിറ്റ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 6,000 യൂണിറ്റ്സ് ആയിരിക്കും വരിക, ഇവിടെ 5,000 യൂണിറ്റ്സ് ആയിരിക്കും വരിക. സോ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. ബ്രേക്ക് ഈവൻ സെയിൽസ് ഫോർ ഈച്ച് മോഡൽ നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തിൽ 6,00,000 രൂപയുടെ സെയിൽസ് നടത്തിയാൽ മാത്രമേ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മെഷീനറി യൂസ് ചെയ്തിട്ട് നമ്മൾ 5,00,000 രൂപയുടെ സെയിൽസ് നടത്തിയാൽ തന്നെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ബോത്ത് ദ മോഡൽസ് വിൽ ഏൺ ദ സെയിം പ്രോഫിറ്റ്. രണ്ട് മോഡലുകളും സെയിം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എത്രയാണ് ലെവൽ ഓഫ് സെയിൽസ് ഉള്ളത് വേണ്ടത്?
സോ അത് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിന്നെ എക്സ് എന്ന മെഷീൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഡിസൈഡ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ്. പി വി റേഷ്യോ ആണ് ഇക്വേഷൻ. സോ ഇവിടെ എക്സിൻ്റെ കേസിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2,40,000 ആണ്. പ്ലസ് പ്രോഫിറ്റ് നമുക്കറിയില്ല, രണ്ടിനും സെയിം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് 0.40 ആണ്. വൈൻ്റെ കേസിൽ 1,00,000 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 0.20. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും ഈക്വൽ ആവണം, അതായത് ഡിസൈഡ് പ്രോഫിറ്റ് സെയിം ആവണം എന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ സെയിൽസ് വേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, സിമ്പിൾ മാത്തമാറ്റിക്കൽ ഒരു കാൽക്കുലേഷൻ ചെയ്യുക, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എക്സ് ഈസിക്വൽ ടു വൈ എന്നുള്ള ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, 2,40,000 പ്ലസ് പി ഡിവൈഡഡ് ബൈ 0.40 ഈക്വൽസ് 1,00,000 പ്ലസ് പി ഡിവൈഡഡ് ബൈ 0.20. അപ്പോൾ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്യും, ഇതും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ 2,04,000 പ്ലസ് പി ഇൻറ്റു 0.20 ഇസ് ഇക്വൽ ടു 1,00,000 പ്ലസ് പി ഇൻറ്റു 0.40. ഓക്കെ, സോ ഇവിടെ എത്രയാണ് വരിക, 48,000 പ്ലസ് 0.20 പി ഇസ് ഇക്വൽ ടു ഇവിടെ 40,000 പ്ലസ് 0.40 പി. ഇനി നമ്മൾ 0.40 പിയും 0.2, അതായത് പി നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 0.20 പി ഇസ് ഇക്വൽ ടു 48,000 നിന്ന് 40,000 കുറയ്ക്കാം. ഇത് 0.40 പിയിൽ നിന്ന് 0.20 പി കുറച്ചപ്പോൾ 0.20 പി ഈസ് ഇക്വൽ ടു 8,000. നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് കേട്ടോ. പി ഈസ് ഇക്വൽ ടു 8,000 ഡിവൈഡഡ് ബൈ 0.20 ദാറ്റ് ഈസ് 40,000. സോ 40,000 എന്നുള്ളതാണ് പീൻ്റെ വാല്യൂ വരുന്നത്. അതായത് പി പ്രോഫിറ്റ് 40,000 ആണെന്നുണ്ടെങ്കിൽ പിന്നെ സെയിൽസ് വാല്യൂ രണ്ട് മോഡലിൻ്റെയും നമുക്ക് പിന്നെ എന്താണ് സെയിൽസ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസൈഡ് പ്രോഫിറ്റ് 40,000 പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്ലാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പിന്നെ എക്സ് എന്നുള്ള മെഷീനറി യൂസ് ചെയ്താലും വൈ എന്നുള്ള മെഷീനറി യൂസ് ചെയ്താലും നമുക്ക് സെയിം പിന്നെ യൂണിറ്റ്സ് ഓഫ് സെയിൽസ് നടത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പീൻ്റെ വാല്യൂ നമ്മൾ മറ്റേതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രെയിം ചെയ്തിട്ടുള്ള ഇക്വേഷൻ 2,40,000 പ്ലസ് പീൻ്റെ സ്ഥാനത്ത് 40,000 ഡിവൈഡഡ് ബൈ 0.40 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 7,000 യൂണിറ്റ്സ്. വൈൻ്റെ കേസിൽ 1,00,000 പ്ലസ് 40,000, അതായത് 1,40,000 ഡിവൈഡഡ് ബൈ 0.20 is equal to 7,000 യൂണിറ്റ്സ്. സോ രണ്ടും സെയിം ആണ്. ഓക്കെ, 7 lakh ആണ് കിട്ടുക, 7,000 യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, സോ ലെവൽ ഓഫ് സെയിൽസ് രണ്ടിൻ്റെ കേസിലും നമുക്ക് സെയിം യൂണിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ലെവൽ ഓഫ് സെയിൽസ് എത്രയാണ് വേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ബോത്ത് ദ മോഡൽസ് വിൽ ഏൺ ദ സെയിം പ്രോഫിറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്, അതായത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. അതായത് ഡിഫറൻസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ഡിഫറൻസ് ഇൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ് വരുന്നത്, 40 ആണ്. രണ്ടാമത്തെ കേസിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ കേസിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 40 ആണ്. വൈൻ്റെ കേസിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20 ആണ്. അതായത് ഇവിടെ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 10,000, ഇവിടെ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 10,000.
അപ്പോൾ ഇവിടുത്തെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഇനി ഫിക്സഡ് കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2,40,000 ആണ് ആദ്യത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ 1,00,000 അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1,40,000. സോ 1,40,000 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7,000 യൂണിറ്റ്സ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ലെവൽ ഓഫ് സെയിൽസ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ചോദിക്കുമ്പോൾ, അതായത് ലെവൽ ഓഫ് സെയിൽസ് 2 മോഡലുകൾ തന്നിട്ട് ആ 2 മോഡലിലും ഏതാണ് രണ്ടിലും സെയിം ലെവൽ ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയാണ് ലെവൽ ഓഫ് സെയിൽസ് വേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡിഫറൻസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇത് നമ്മൾ തിയറി പറഞ്ഞ സ്ഥലത്തൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കമ്പനി ആനുവലി മാനുഫാക്ചേഴ്സ് 10,000 യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹4 per unit. And there is a home market for consuming the entire volume of production at the sale of ₹4.25 per unit in 2018. അതായത് 2018 ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ ₹4.25 വിറ്റിരുന്നത്. അതിന് കോസ്റ്റ് വന്നിരുന്നത് ₹4. പക്ഷേ 2019 there is a fall in the demand for the home market which can consume 10,000 units only at the sale of ₹3.72 per unit. ₹3.72 വെച്ചിട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ 2019. സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ 15,000, വേജസ് 11,000, ഫിക്സഡ് ഓവർഹെഡ് 8,000, വേരിയബിൾ ഓവർഹെഡ് 6,000. Foreign market is explored and it is found that this market can consume 20,000 units of the product if offered at the sale of ₹3.55 per unit. ഫോറിൻ മാർക്കറ്റിൽ ഈ 20,000 യൂണിറ്റ്സുകൾ വരെ കൺസ്യൂം ചെയ്യാൻ പറ്റും 3.55 പെർ യൂണിറ്റ് വെച്ചിട്ട്. And it is also discovered that for additional 10,000 units of the product over initial 10,000 units that the fixed overhead will increase by 10%. അതായത് സാധാരണഗതിയിൽ നമ്മൾ അഡീഷണൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓരോ 10,000 യൂണിറ്റ്സ് അഡീഷണൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഫിക്സഡ് ഓവർഹെഡിൽ ഒരു 10% ഇൻക്രീസ് ഉണ്ടാകും. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസ് ഇറ്റ് വർത്ത് വൈൽ ടു ട്രൈ ടു ക്യാപ്ചർ ദ ഫോറിൻ മാർക്കറ്റ്? നമ്മൾ ഫോറിൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന 3.72 വെച്ചിട്ട് നമുക്ക് ഈ മാർക്കറ്റിൽ ഹോം മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് മതിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നമുക്ക് കോസ്റ്റിനേക്കാളും കൂടിയൊരു റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റിയിരുന്നു. അതായത് ₹4 കോസ്റ്റ് വന്ന സ്ഥാനത്ത് നമുക്ക് 4.25 നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ലാഭം ഉണ്ടാകും. അതേസമയം 2019 ഡിമാൻഡ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഹോം മാർക്കറ്റിൽ ₹3.72 കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോറിൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് 20,000 യൂണിറ്റ്സ് വരെ നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ വിൽക്കാം. അത് 3.55 യൂണിറ്റാണ് വില നമുക്ക് തരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ് ലാഭം? ഇത് ആക്സെപ്റ്റ് ചെയ്യണോ, ഫോറിൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യണോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. സോ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ 2018 സിറ്റുവേഷൻ എന്താണ്? 2018 അവസ്ഥ നമുക്ക് നോക്കാം ജസ്റ്റ്. അതായത് ഹോം മാർക്കറ്റ് 10,000 യൂണിറ്റ്സ് ഹോം മാർക്കറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ, വേജസ്, ഓവർഹെഡ്, ഫിക്സഡ്, വേരിയബിൾ ഓവർഹെഡ് എല്ലാം കൂടെ കൂട്ടിയാൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 40,000 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40,000. അതായത് 15,000 പ്ലസ് 11,000 പ്ലസ് 8,000 പ്ലസ് 6,000 40,000 ആണ് കോസ്റ്റ് വരുന്നത്. ഇനി സെയിൽസ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 42,500. അതായത് 10,000 യൂണിറ്റ്സ് 4.25 രൂപയ്ക്ക് വിറ്റിട്ട് 42,500. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,500 രൂപയായിരുന്നു 2018. ഇനി 2019 ഈ ഒരു ഡിക്ലൈൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം
ഹോം മാർക്കറ്റ് ഒന്നുകിൽ അത് മാത്രമായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ അതിനോട് കൂടെ ഫോറിൻ മാർക്കറ്റ് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഹോം മാർക്കറ്റും ഫോറിൻ മാർക്കറ്റും കൂടെ കൂടുമ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഹോം മാർക്കറ്റിൻ്റെ കേസിൽ നമ്മൾ 10,000 യൂണിറ്റ്സാണ് ഹോം മാർക്കറ്റിൽ വിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഹോം മാർക്കറ്റിൽ വിൽക്കുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റുകളെന്ന് പറയുന്നത് ഓരോ കോസ്റ്റുകൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 15,000 മെറ്റീരിയൽ, ദെൻ വേജസ് 11,000 വരും, ദെൻ ഫിക്സഡ് ഓവർഹെഡ് 8,000 വരും, അത് ഫിക്സഡ് ആണ്. ദെൻ വേരിയബിൾ ഓവർഹെഡ് 6,000 വരും. ഓക്കെ, ഇനി ഇത്രയും കോസ്റ്റുകൾ വരുമ്പോൾ അതായത് 40,000 കോസ്റ്റ് വരുന്നത് 2018 പോലെ തന്നെ. ഇനി നമുക്ക് വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 37,200, അതായത് 3 രൂപ 72 പൈസയ്ക്കാണ്. അപ്പോൾ നമുക്ക് നഷ്ടം എത്രയാണ് വരുന്നത്? 2,800 രൂപ നഷ്ടം ആണ്. ഓക്കെ, സോ നമ്മൾ ഫോറിൻ മാർക്കറ്റും കൂടെ ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നഷ്ടത്തിന് നികത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി 20,000 യൂണിറ്റ്സുകൾ വരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 20,000 യൂണിറ്റ്സ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയ്ക്കായിരിക്കും കോസ്റ്റ് വരിക? നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ അത്രയും നമുക്ക് അഡീഷണൽ ആയിട്ട് വരും, അല്ലേ? അപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ്, ഇത് 10,000 യൂണിറ്റ്സിൻ്റെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 20,000 യൂണിറ്റ്സിന് എത്രയാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരിക? മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 രൂപ 10,000 യൂണിറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 15,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 20,000 ചെയ്യുമ്പോൾ നമുക്കിവിടെ 30,000, അതായത് അതിൻ്റെ ഇരട്ടി വരും. ഓക്കെ, ഇനി 11,000ൻ്റെ ഇരട്ടി 22,000. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേരിയബിൾ കോസ്റ്റ് എത്ര യൂണിറ്റ്സ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ അത്രയും നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. ഇവിടെ 10,000 യൂണിറ്റ്സിനാണ് ഈ 15,000 രൂപ വന്നതെങ്കിൽ 20,000 യൂണിറ്റ്സിന് ഇവിടെ 30,000 വരും. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര വരും? 45,000 ആയിരിക്കും വരിക. ഇവിടെ 11,000 ആണ് 10,000 യൂണിറ്റ്സിനുള്ളത്. അങ്ങനെയാണെങ്കിൽ 20,000 യൂണിറ്റ്സിന് 22,000 വരും. ടോട്ടൽ 33,000 ആയിരിക്കും ടോട്ടൽ വരിക. ഇനി ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസ് എടുക്കുക. ഫിക്സഡ് കോസ്റ്റ് സാധാരണഗതിയിൽ ഈ 8,000 രൂപ മാത്രമേ വരാൻ പാടുള്ളായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മളോട് സ്പെഷ്യൽ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ 10,000 യൂണിറ്റ്സ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 10% ഇൻക്രീസ് ഉണ്ട്. അതായത് 8,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 800. സോ 800 ഒരു അഡീഷണൽ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 800 രൂപ എക്സ്ട്രാ കൂടും. അടുത്തൊരു 10,000 കൂടെ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു 800 കൂടെ കൂടും. സോ ഇവിടെ നമ്മൾ 20,000 2 അഡീഷണൽസ് ഉണ്ടായിട്ടുണ്ട്. സോ 800 + 800 1,600 വരിക. ഓക്കെ, ഇവിടെ ഈ ഒരു കേസ് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ഫിക്സഡ് കോസ്റ്റ് ഒന്നും വരില്ലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രത്യേക കാര്യം പറഞ്ഞതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് 1,600. ഇനി വേരിയബിൾ കോസ്റ്റ് 6,000 ഉള്ളത് ഇവിടെ 12,000 ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? ഇവിടെ 8,000 + 1,600 9,600 വരും. ടോട്ടലിൻ്റെ കേസിൽ ഇവിടെ 18,000 വരും. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഇത്രയും കോസ്റ്റുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന കോസ്റ്റ് 65,600 സോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,05,600 വരും. ഓക്കെ, അപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ പറ്റുന്നത്? 71,000-ന് വിൽക്കാൻ പറ്റും. അതായത് പിന്നെ എത്ര 20,000 യൂണിറ്റ്സുകൾ നമുക്ക് 3.55 പൈസയ്ക്കാണ് വിൽക്കുന്നത്. സോ 20,000 ഇൻറ്റു 3.55 ചെയ്യുമ്പോൾ നമുക്ക് 71,000 കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അപ്പോൾ അവിടെ ലാഭം 5,400 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 5,400 ഉണ്ടാകും. അപ്പോൾ ടോട്ടലിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് വരിക? ഇവിടെ നമുക്ക് 1,08,200 ടോട്ടൽ സെയിൽസ് വരുന്നത്. സോ നമുക്ക് രണ്ടും കൂടെ ഹോം മാർക്കറ്റും ഫോറിൻ മാർക്കറ്റും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഇവിടെ ഒരു നഷ്ടം വന്നിട്ടുണ്ട് ഹോം മാർക്കറ്റിൽ. ഈ നഷ്ടത്തിന് നമുക്ക് നികത്താൻ പറ്റും 5,400 ലാഭത്തിലൂടെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2,800 നഷ്ടം ഹോം മാർക്കറ്റിലുള്ള 5,400 ലാഭം ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 2,600. ഈ 2,600 നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, സോ നമ്മൾ പിന്നെ ഹോം മാർക്കറ്റ് ഫോറിൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഈ 2,800 നഷ്ടമുണ്ടാവുമായിരുന്നു. പക്ഷേ ഫോറിൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫിക്സഡ് കോസ്റ്റ് കൂടി എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ നമുക്ക് 5,400 പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റി. സോ ഫൈനലായിട്ട് നമുക്ക് 2,600 പ്രോഫിറ്റ് ബിസിനസ്സിന് ഉണ്ടായി.
ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് അനുമാനത്തിലേക്ക് എത്താം? കമ്പനിക്ക് ഫോറിൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നതാണ് ബുദ്ധി എന്നുള്ളത് നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം.